ഇനി വാർത്തയിലേക്ക്. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാനുള്ള തീരുമാനം വോട്ട് ലക്ഷ്യമിട്ടെന്ന് കത്തോലിക്ക സഭ മുഖപത്രം. നോട്ടം വോട്ടിലെന്ന തലക്കെട്ടിലാണ് ദീപിക വാർത്ത പ്രസിദ്ധീകരിച്ചത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് സർക്കാർ നടപടിയെന്നും ദീപിക പറയുന്നു. MK ഷുക്കൂർ വിവരങ്ങൾ നൽകും. ഷുക്കൂർ, JB കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാനും അത് തത്വത്തിൽ അംഗീകരിക്കാനുള്ള മന്ത്രിസഭാ തീരുമാനം അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള സ്റ്റണ്ടാണെന്ന് കത്തോലിക്ക സഭ മുഖപത്രം തന്നെ തുറന്നു പറയുന്നു. ക്രൈസ്തവ വിഭാഗങ്ങളുടെ സാമൂഹ്യ അവസ്ഥ പഠിച്ച് അവരുടെ പുരോഗമനത്തിനായി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് നിർദ്ദേശിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും ഒപ്പം തന്നെ അതിൽ ശുപാർശകൾ നടപ്പാക്കണമെന്നും ദീർഘകാലമായി ക്രൈസ്തവ സംഘടനകൾ ആവശ്യപ്പെടുന്നതാണ്. പ്രത്യേകിച്ച് സിറോ മലബാർ സഭ ഈ സർക്കാരിന്റെ ഈ തീരുമാനത്തെ അല്ലെങ്കിൽ ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാനുള്ള തീരുമാനത്തെ പ്രത്യക്ഷത്തിൽ പിന്തുണച്ചു. അതിനുശേഷം കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപിക ഇന്ന് ആ വാർത്ത പ്രസിദ്ധീകരിച്ചത് പക്ഷേ സർക്കാരിനെ അല്പം വിമർശനം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. നോട്ടം വോട്ടിൽ എന്ന തലക്കെട്ടിലാണ് ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും എന്ന വാർത്ത ദീപിക പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാരിന്റെ ഈ നടപടിയെന്നും വാർത്തയിൽ പറയുന്നുണ്ട്. അതേസമയം ലത്തീൻ സഭ സർക്കാരിന്റെ ഈ തീരുമാനത്തെ പിന്തുണയ്ക്കുന്നു. മന്ത്രിസഭ അംഗീകരിച്ചത് ഈ ലത്തീൻ സഭ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഒപ്പം പഠന റിപ്പോർട്ടും ശുപാർശകളും പ്രസിദ്ധീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. കൂടിയാലോചനകളിലൂടെ ഈ റിപ്പോർട്ട് നടപ്പാക്കണമെന്നും സഭ ആവശ്യപ്പെടുന്നുണ്ട്. ശരി, MK ഷുക്കൂറാണ് വിവരങ്ങൾ നൽകിയത്.